അതായത് എന്താണ് എന്തറിഞ്ഞാലാണ് നിങ്ങൾക്ക് സന്തോഷാവുക? എനിക്കതറിയാം. ഏത് ഉത്തരം കിട്ടിയാലാണ് നിങ്ങൾക്ക് സന്തോഷാവുക? എന്താ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? കുറച്ച് ഫ്രഷ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമോൾ സുപ്രിയാണോ പൂർണിമയാണോ? ഇന്ദ്രജിത്താണോ പൃഥ്വിരാജാണോ മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടം? ബേസിക്കായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മരുമക്കളെ പറ്റിയിട്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ പോയി പറയുകയും ചെയ്യും. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കൊടുക്കും. അത് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, അമ്മ നല്ല മിടിക്കുക. അമ്മയ്ക്ക് അറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ചോദിക്കുന്നേ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അമ്മ തരുന്നുണ്ടല്ലോ, അത്ര അറിഞ്ഞാൽ മതി. എനിക്ക് ഫ്രീഡം ടു മേക്ക് എ ഡിസിഷൻ, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെനിക്ക് പിന്നെ കാര്യം ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ചോയ്സ് എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സീരിയൽ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് കോ ആർട്ടിസ്റ്റിന്റെ മകനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എനിക്ക് വൈബ് ചെയ്യാൻ പറ്റുന്ന, ഇന്നത്തെ ഭാഷയും പറഞ്ഞാൽ ഭാഷയും കൂടെ നോക്കി ഇന്നത്തെ ഭാഷയിൽ വൈബ് എന്ന് പറയുമല്ലോ, അതുപോലെ സമപ്രായക്കാരൻ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ, വേറെ എല്ലാരും പ്രായം ചെന്നവരാ. ഈ പറയുന്ന ഈ ദിവസം തൊട്ട് ഇന്ന് വരെ നിൽക്കുകയാണെങ്കിൽ ഈസിലി ഒരു 25 വർഷമായി. സോ ആ മാജിക് ഇപ്പൊ 25 ഇയേഴ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം. കുട്ടികൾ പാടും, ഡാൻസ് കളിക്കും, പിന്നെ അവർ കാണുമ്പോൾ അച്ഛനും പാടും, അമ്മയും പാടും. അച്ഛൻ അഭിനയിക്കുന്നു, അമ്മ അഭിനയിക്കുന്നു, അമ്മമ്മ അഭിനയിക്കുന്നു, കൊച്ചച്ഛൻ അഭിനയിക്കുന്നു. എല്ലാവരും ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവർ വിചാരിക്കുന്നത് ഇതാണ് ലൈഫ്. വെൽക്കം ടു ഗെറ്റ് സെറ്റ് ടോക്ക് വിത്ത് സൗമ്യ. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ഞാൻ വല്ലാണ്ട് അഡ്മയർ ചെയ്യുന്ന, ആസ് ആൻ ആങ്കർ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ലൊരു ആക്ട്രസ് ആണ്, നല്ലൊരു മികച്ച ഓൺട്രപ്രണർ ആണ്. നമ്മളങ്ങനെ ചുരുങ്ങിയ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ വുമൺ, ബോൾഡ് വുമൺ, പൂർണിമ ഇന്ദ്രജിത്ത്. വെൽക്കം. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയ സിനിമയുടെ വിശേഷമായിട്ടാണ്. ഒരു കട്ടിൽ ഒരു മുറി. ചെയ്ത സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായ, തനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള വേഷങ്ങൾ മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം എണ്ണം പറഞ്ഞ സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അക്കമ്മയിലേക്ക് അട്രാക്ട് ചെയ്തത് എന്താണ്? വന്ന കുറച്ച് വിരളമായിട്ടുള്ള അവസരങ്ങളിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന സിനിമകൾ എടുത്ത് ചെയ്തു എന്ന് പറയുകയായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. അതായത് കുറേ സിനിമകൾ വന്നിട്ട് നമ്മളിരുന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് യെസ്, ദൈവാനുഗ്രഹം കൊണ്ട് വന്ന സിനിമകൾ ചെയ്ത് നമ്മൾ ഭാഗമായിരിക്കുന്ന സിനിമകൾ വളരെ മനസ്സിൽ ഓർത്ത് വയ്ക്കുന്ന കഥാപാത്രങ്ങളാവുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അക്കമ്മ അതുപോലെ ഒരു കഥാപാത്രം തന്നെയാണ്. അക്കമ്മ പാവാണ്. അക്കമ്മയ്ക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അക്കമ്മയാണ് ഈ കഥയുടെ ഒരു എസൻസ് എന്ന് പറയുന്നത്. ആ സ്ത്രീയും ആ സ്ത്രീയുടെ ജീവിത രീതികളും ആ സ്ത്രീയുടെ പ്രണയവും, പിന്നെ അത് കൂടാതെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളാണല്ലോ മെയിൻ ക്യാരക്ടേഴ്സ്. അതുപോലെ തന്നെയുള്ള 4-5 പേരുടെ ജീവിത കഥകൾ ഒരുമിക്കുന്ന ഒരു ഒരു ബ്യൂട്ടിഫുൾ മെറ്റഫറിക്കൽ അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയുടെ ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് നമ്മളിത് എന്താണ് സംഭവം, ഭയങ്കര ഡെപ്ത് ഉള്ളൊരു പ്രേമം, പല ക്യാരക്ടേഴ്സും ഭയങ്കര ഇൻറ്റൻസ് ആണ്, പക്ഷെ എന്താണ് എന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ലൈക്ക് ഇൻ ഷോർട്ട് എന്താണ് ഒരു മുറി ഒരു കട്ടിൽ? ടൈറ്റിൽ ഓൾസോ ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള. യെസ്, അത് രഘുനാഥ് പലേരി സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ആ ഒരു നർമ്മമുണ്ടാവും, ഓമനത്വം ഉണ്ടാവും. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് സിനിമയുമായി വളരെയധികം റിലേറ്റ് ആയിട്ടുള്ള പേരുകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ടൈറ്റിലുകൾ അല്ലേ. നമ്മുടെ മലയാള സിനിമയിൽ നിന്നും പാട്ട് ഒരു പരിധി വരെ അന്യം നിന്ന് പോയൊരു ഘട്ടത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് നമ്മൾ അട്രാക്ട് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ഇതിലെ പാട്ടാണ്. നല്ല പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, സന്തോഷമായി. സത്യം പറഞ്ഞാൽ നല്ല പാട്ട് കിട്ടി. അത് നമ്മൾ ശീലിച്ചിരിക്കുന്ന സിനിമ, നല്ല സിനിമയുടെ എന്ന് പറയുന്നത് ആദ്യം നല്ല പാട്ടുകൾ കേട്ട് ഇഷ്ടമാവുക, പിന്നീടാണ് സിനിമയിലേക്ക് നമ്മൾ എത്തുന്നത്. സോ നല്ല പാട്ടുകളാണ് സിനിമയില്. പാട്ട് പാടി അഭിനയിക്കണമുണ്ട്. കുറെ കാലത്തിന് ശേഷമല്ലേ പാട്ട് പാടി. മറ്റൊരു സിനിമാറ്റിക് ലാംഗ്വേജിലൊക്കെ നോക്കുമ്പോൾ ശരിയാണ്, പാട്ടുപാടി അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു കാലം കഴിഞ്ഞ ആർക്കും
പറ്റുന്ന ഭാഗ്യമല്ല. 20കൾ കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നടക്കുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ലീഡ് ക്യാരക്ടേഴ്സ് എപ്പോഴും ഒരു 20s യങ്സ്റ്റേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു സംഭവമാണ്. അപ്പം അതിന്റെ ഭാഗമായി പക്ഷെ അതും അങ്ങനത്തെ സിനിമകൾ മാറിയല്ലോ. ഇപ്പത്തെ പാട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ആ കാലം മാറുന്നതനുസരിച്ചിട്ടുണ്ടാവുന്ന കുറേ മാറ്റങ്ങളുടെ ഒരു സംഭവം. അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് കേൾക്കാൻ ഇമ്പമുള്ള, മനസ്സിൽ ഓർത്ത് വെക്കുന്ന പാട്ടുകൾ തരുന്ന കുറച്ച് സിനിമകൾ. പിന്നെ അത് റിലേറ്റ് ചെയ്യുന്ന ഓഡിയൻസും ഉണ്ട്. ഇപ്പം എനിക്കും സൗമ്യക്കും ഇഷ്ടമാകുന്ന പാട്ടുകൾ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമാവണം എന്നില്ല, അല്ലെ, എൻ്റെ പേരൻസിന് ഇഷ്ടമാവണം എന്നില്ല. അവർക്ക് അവരുടേതായ കാലഘട്ടങ്ങളിലുള്ള സംഗീതമാണ് അവർക്കിഷ്ടം. സോ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാതരം സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അവരുടേതായ കംഫേർട്ട് കിട്ടുന്ന രീതിയിലുള്ള മ്യൂസിക് ഉണ്ട്. നമ്മൾ പാട്ടിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഒരു സിനിമാ കുടുംബം എന്ന് പറയുന്നുണ്ടെങ്കിലും മ്യൂസിക് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗം തന്നെയാണ്. എല്ലാവരും പാട്ട് പാടുന്ന ആൾക്കാരാണ്. മോള് പ്രത്യേകിച്ച് പ്രാർത്ഥന ഇപ്പോൾ റീസെൻ്റ്ലി പാടിയതും കൂടി ഭയങ്കര ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, പെരിയോനെയൊക്കെ പാടിയതും. സോ ഈ ഒരു ജനറേഷൻ്റെ കാര്യം കൂടി ഞാൻ പറയുകയാണ് എൻ്റെ ഇടയിൽ കണക്ട് ചെയ്തിട്ട്. ഒരു ആക്ടർ ഫാമിലിയിൽ വളരെ സീനിയർ ആയിട്ടുള്ള മലയാളത്തിലെ വൺ ഓഫ് ദി പവർഫുൾ ആക്ടർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, പവർഫുൾ ലീഡി എന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം സിനിമയിലേക്ക് വരുമ്പം ശരിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എന്നറിയപ്പെടേണ്ട ഒരു രീതിയിൽ നിന്ന് മാറി നിങ്ങൾ ഓരോരുത്തരും, ആ ഫാമിലിയിലുള്ള ഓരോ വ്യക്തിയും, മല്ലികാമ്മ തൊട്ട് നച്ചു വരെ അവരുടേതായ രീതിയിൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി വന്ന ആൾക്കാരാണ്. സോ ആ ഒരു ജനറേഷൻ ആർട്ടലുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് എങ്ങനെയാണ്? അത് നമുക്കറിയില്ലല്ലോ. അതൊരു അനുഗ്രഹം തന്നെയാണ്. ടു ബി ടാലൻറ്റഡ്, എല്ലാവരുടെയും കയ്യിൽ ടാലൻറ്റ് ഉണ്ടെന്നേ. നമ്മളിപ്പം ഐ ജസ്റ്റ് ഫീൽ ദറ്റ് നമ്മുടെ എല്ലാവരുടെ കയ്യിലും ദൈവം ആവശ്യത്തിലേറെ കഴിവുകൾ കൊടുത്ത് അനുഗ്രഹിച്ച് തന്നെയാണ് വിട്ടിരിക്കുന്നത്. ഐ മീൻ വി ഓൾ ഹാവ് സംതിങ് ഓർ ദി അതർ ഹാപ്പനിങ് ഇൻസൈഡ് അസ്. ഓക്കെ, പിന്നെ അപ്പം അത് പക്ഷെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാഹചര്യം, പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം, അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വർക്ക് ചെയ്ത് വളരാനുള്ള ഒരു സാഹചര്യം, ഇതെല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ് അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുക. പിന്നെ തീർച്ചയായിട്ടും എൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം പറയുകയാണെങ്കിൽ സാധാരണ കുടുംബം പോലെ തന്നെയാണ് നമ്മൾ. പക്ഷെ ഓൾറെഡി സിനിമ ഫീൽഡിലാവുന്നത് കൊണ്ട് ഒരു സ്പോട്ട്ലൈറ്റിൻ്റെ കീഴിലാവുന്ന പോലെയാണ് ജീവിതം. അപ്പോൾ ചെറുതാണെങ്കിലും അത് മാഗ്നിഫൈഡ് ആയിട്ട് കാണിക്കപ്പെടും. ഇപ്പം സാധാരണമായി പാടുന്നതാണെങ്കിൽ പോലും അത് മാഗ്നിഫൈഡ് ചെയ്ത് അതിൻ്റെ ഒരു റീച്ച് കൂടും, അങ്ങനത്തെ പരിപാടി ഉണ്ടാവും. അപ്പോൾ അതിൽ ക്യാരീഡ് ആവാതെ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് അവനവൻ്റെ വഴി കണ്ടെത്തുക എന്നുള്ള രീതിയിൽ നമുക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഈ ഈസിയാണ്, നമ്മുടെ ക്യാരീഡ് അവേ ആവാൻ ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ ഇത് നമുക്കൊരു ബാധ്യതയാവാനും ഭയങ്കര എളുപ്പമാണ്. കാരണം ഈ എന്താ പറയുക, ഇതിൻ്റെ ഈ മീഡിയയുടെ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അതിനെ കരുതുന്നത്. കാരണം ആ ഒരു റെസ്പോൺസിബിലിറ്റിയോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ഒരു രീതിയിലും ക്യാരിഡ് അവേ ആവാതെ അതിലേക്ക് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളോട് പറയാനുള്ളത്. പിന്നെ ടാലൻറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് ഇവൻച്വലി സമയമേ പ്രൂവ് ചെയ്യുള്ളൂ. കാരണം ടാലൻറ്റ് കൊണ്ട് മാത്രം നമ്മൾ ഒരിടത്തും എത്തില്ല. ആ ടാലൻറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു, ആ ഹാർഡ് വർക്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഔട്ട്പുട്ട്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴുള്ള ഒരു യാത്രയിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ബാക്കി ടാലൻറ്റഡ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ടാലൻറ്റഡ് ആണ്. അന്ന് ഇവിടെ ആരാണ് ടാലന്റ്? ലുക്ക് അറ്റ് യു, there is some talent or the other in everyone else, അല്ലേ? So I think I'm blessed. I'm really blessed that way that കുട്ടികൾക്ക് പാടാൻ പറ്റും, കുട്ടികൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ they will have something of their own. ഇത് തന്നെ ആവണം എന്നില്ലല്ലോ. പക്ഷെ എപ്പോഴെങ്കിലും ഒരു ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ മൂവീസിലേക്കുള്ള? ആക്ടിങ് എന്ന് സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും മൂവീസിലേക്കാണ് ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടോ അവരെപ്പോഴെങ്കിലും? അതിപ്പോ
അറിയില്ല. കുട്ടികൾ പാടും, ഡാൻസ് കളിക്കും, പിന്നെ അവരെ കാണുമ്പോൾ അച്ഛനും പാടും, അമ്മയും പാടും. അച്ഛൻ അഭിനയിക്കുന്നു, അമ്മ അഭിനയിക്കുന്നു, അമ്മമ്മ അഭിനയിക്കുന്നു, കൊച്ചച്ഛൻ അഭിനയിക്കുന്നു. എല്ലാവരും ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവര് വിചാരിക്കുന്നത് ഇതാണ് ലൈഫ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായതല്ല, നമ്മള് നോർമൽ അല്ല, ചുറ്റും ആൾക്കാരൊക്കെയാണല്ലോ. ബട്ട് യാ ദ തിങ് ഈസ് അറിയില്ലാന്നേ അത്. ഈ ഒരു സ്റ്റേജ് കുറെ വർഷങ്ങൾക്ക് മുന്നേ താങ്കൾ ഫേസ് ചെയ്തിട്ടുള്ളതല്ലേ? കാരണം ആസ് എ ഡാൻസർ ആണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡാൻസിങ്, അത് മോഡലിംഗ്, TV, സിനിമ ഓർ സിനിമ TV സിനിമ. ഓക്കെ. ആ ഒരു ടൈമിൽ നമുക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾ എവിടേക്ക് പോകണം. കാരണം എല്ലാ ഭാഗത്തേക്ക് പോയാലും നമുക്ക് അവിടെ സക്സസ് ഉണ്ട്, നമുക്ക് വലിയൊരു കരിയർ ഇനി അങ്ങോട്ട് ഗ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ നിന്നും ഇങ്ങനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ടഫ് ആയിട്ടുള്ളൊരു പ്രശ്നമായിരുന്നില്ലേ? എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. കാരണം എന്താ അറിയോ, എനിക്ക് അത് അറിയില്ലല്ലോ. ഇത് പ്രാർത്ഥനയുടെ കാര്യം പോലെയല്ല. പ്രാർത്ഥനയ്ക്ക് ആകുമ്പോഴത്തേക്കും പാവം നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവർക്ക് ആ ഒരു മറ്റേ സ്വോട് തലയിൽ ഹാങ്ങിട പോലെ ഇത് ചെയ്താൽ പ്രശ്നമാവോ, ഇത് ചെയ്താൽ പ്രശ്നമാവോ, ഇത് ചെയ്താൽ പ്രശ്നം ഉണ്ടാവോ. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡാൻസ് പഠിച്ചിട്ടാണ്. മീഡിയ അല്ലെങ്കിൽ എക്സ്പോഷർ, എനിക്ക് പുറം ലോകമായിട്ടുള്ള എക്സ്പോഷർ എനിക്ക് നൃത്തത്തിലൂടെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നെ അവിടെ നിന്നാണ് മോഡലിംഗ്, നൃത്തത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് മോഹിനിയാട്ടത്തിന് എനിക്ക് 2 പ്രാവശ്യം അടുപ്പിച്ച് കിട്ടുകയുണ്ടായി. അപ്പം ആ സമയത്ത് ഉണ്ടാവുന്ന യാത്രയിലൂടെ വരുന്ന എക്സ്പോഷറിലൂടെയാണ് ഞാൻ പിന്നെ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ചെറിയ സ്ക്രീനിൽ സാറ്റലൈറ്റ് ചാനൽ തുടങ്ങുന്ന സമയത്ത് പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ വർഷം. ഈ സാറ്റലൈറ്റ് ചാനൽ ലോഞ്ച് ചെയ്യുന്ന ആ ദിവസം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ആ ആഴ്ച, ആ ഫ്രഷ് ലോട്ട് കയറിയ ഗ്രൂപ്പിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്തു തുടങ്ങി. പിന്നെ സിനിമ. അപ്പോൾ എനിക്കൊരു ഓർഗാനിക് ആയിട്ടുള്ള ഈ ഒരു വഴി കാണിച്ചു തരിക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാം പുതിയതായിട്ട് വന്ന് ഭവിക്കുകയും അത് എനിക്കും പുതിയതാണ്. അപ്പോൾ നടന്നിരുന്ന സാഹചര്യവും അതിന് എല്ലാം അതിനോട്ടുള്ള അക്സെപ്റ്റൻസും അത്രയും ഫ്രഷ് ആയിരുന്നു. നമുക്ക് ആ വഴിയൊക്കെ ചൂസ് ചെയ്ത് പരീക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം, ഫ്രീഡം ടു മേക്ക് എ ഡിസിഷൻ, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെനിക്ക് പിന്നെ കാര്യം ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ചോയ്സ് എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതിലൊരു മാറ്റം അന്നൊന്നും വന്നിട്ടില്ല. അതിപ്പോൾ ഇന്നാണെങ്കിലും കാലം മാറിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു ചോയ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്കുള്ള വഴി നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാം. എവറിത്തിങ് സ്റ്റാർട്ട്സ് ഇൻ ദാറ്റ് ചോയ്സ് നമ്മുടേതാവണം. ഇപ്പം എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ അതിനുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്ന് ഭവിച്ചത്. അപ്പൊ ആ സ്വാതന്ത്ര്യം കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ സിനിമ ഫാമിലിയിലേക്ക് എത്തുമ്പോൾ അവിടെ സുകുമാരൻ സാർ, മല്ലികാമ്മ മാത്രമാണ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ നമ്മളെ ഇന്ദ്രേട്ടനും പൃഥ്വിരാജും ഒന്നും ആക്ടർ ആയിട്ടില്ല. അപ്പൊ അവിടെ ആ ലെവലിൽ ആക്ടറായിട്ട് തന്നെയാണ് ആ ഫാമിലിയിലേക്ക് കയറുന്നത്. അതിനുശേഷം ഒരു സിനിമ കുടുംബത്തിലേക്ക് എത്തിയതിനു ശേഷം ആസ് ആൻ ആക്ട്രസ് ഒരു ഇച്ചിരി വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ? സിനിമ ചൂസ് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടിയതായിട്ട് ഫീൽ ചെയ്തിരുന്നോ? അതായത് 2002 കാര്യമാണോ ചോദിക്കുന്നത്, 2018 കാര്യമാണോ ചോദിക്കുന്നത്? 2002 കാര്യം. 2002 അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല. കല്യാണത്തിന് ശേഷം ആരും വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഓക്കെ, അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കല്യാണം ഞാൻ അവസാനം മേഘമൽഹാറാണ് ചെയ്തത്. മേഘമൽഹാറിന് ശേഷം മേഘമൽഹാർ 2002 ആയിരുന്നു. 2000 ഡിസംബറിൽ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം അങ്ങനെ അത് അന്നത്തെ കാലത്ത് ഒരു ട്രെൻഡ് അനുസരിച്ച് കല്യാണം കഴിഞ്ഞ് പോവുക. അതൊരു കുറ്റമായിട്ടൊന്നും പറയല്ല കേട്ടോ. അത് അങ്ങനെയാണ്. അന്നത്തെ കാലം അങ്ങനെയാണ്, ഇന്നത്തെ കാലം അങ്ങനെയല്ല. അത്രേ ഉള്ളൂ. അത് ഇപ്പൊ ഞാനും ചിന്തിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ള അങ്ങനെ ചിന്ത അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ചിന്തിക്കണമായിരുന്നു. അത്രയ്ക്കുള്ള മെച്യൂരിറ്റി ഉണ്ടായിരുന്നുള്ളൂ, അതായിരിക്കാം. പക്ഷെ വേറൊരു ജോലിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചിന്തിച്ചേനെ. വേറൊരു ഓഫീസ് ജോബ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 9 to 5 ജോബ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചിന്തിച്ചേനെ അതെന്താ അതെനിക്ക് ചെയ്തുകൂടാത്തത്. കല്യാണം എന്ന് പറയുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാവുന്ന ജോലി തന്നെയല്ലേ ഉള്ളൂ. എല്ലാ വർഷവും
ഒന്നും രണ്ടും സീരിയൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചാനൽസിലുള്ള ജഡ്ജായിട്ടും ആങ്കറായിട്ടും ഒക്കെ മാറി മാറി വരുന്നുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഇഷ്യൂ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും ആ അല്ല, സമയത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. കാരണം അന്ന് ഇപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന തിരുവനന്തപുരത്താണ്, ഷൂട്ടിംഗ് ഭൂരിപക്ഷവും നടന്നിരുന്നത് എറണാകുളത്താണ്. പിന്നെ അപ്പോൾ ഒരു വീട്ടിൽ ഹസ്ബൻഡും വൈഫും ഇപ്പോൾ കുട്ടികളായതിനു ശേഷമാണ് 9 to 5 ജോബല്ല അഭിനയം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിച്ച് പൈസ ഇറക്കുന്ന ഒരു ഒരു വ്യവസായം തന്നെയാണ്. അപ്പോൾ അതിനകത്തുള്ള ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. അത് സാധാരണ ഒരു ജോലിയിലും നമുക്ക് ടൈം ബൗണ്ട് അല്ല നമ്മളുടെ ജോലി, അല്ലേ? സൗമ്യയ്ക്ക് അറിയാലോ, സൗമ്യയുടെ വീട്ടുകാർ അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ഉള്ളവരാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയിൽ ജോലി ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് 100% നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ടൈമും ഇമോഷൻസും നമ്മളുടെ ഫ്രീ ഓഫ് തോട്ട് ആയിരിക്കണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ ഈ കല്യാണം എല്ലാം കഴിഞ്ഞ് കുട്ടിയെല്ലാം ആയിക്കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. കാരണം ഞാൻ അതുകൊണ്ടാണ് അത് ചുരുക്കിയത്. കാരണം കുട്ടിയുടെ സ്കൂളിൻ്റെ കാര്യമുണ്ട്, അതെല്ലാം നമ്മൾ തന്നെ ആ ഒരു സമയം അങ്ങനെ ആയിരുന്നല്ലോ. ബട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഫേസും കൂടെയാണത്. അപ്പോൾ I am absolutely not complaining. I just feel that the freedom of choice was there for me even then, and I choose. I completely stand with my choice of decision. നമ്മൾ വേറെ തന്നെ ഒരു ഇതിലേക്ക് പോവാണ്. സീരിയൽ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് കോ ആർട്ടിസ്റ്റിൻ്റെ മകനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മല്ലികാമ്മ ഞങ്ങളുടെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ മല്ലികാമ്മയുടെ ഇവൻ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയണ സമയത്ത് അതും കൂടെ പറഞ്ഞു പോകണമല്ലോ. കെ രാജീവ് സാറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും നിങ്ങളുടെ ഈ പ്രണയം എന്താ പറയുക മുട്ടിട്ട് വരുന്നതിനെ പറ്റിയിട്ടുള്ളത് കണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ? ഞാനൊന്ന് നോക്കട്ടെ. അമ്മ എല്ലാ ഇൻ്റർവ്യൂ അയച്ചു തരും. ഇതിനകത്ത് പാടുന്നു പൂർണ്ണമായി ഇങ്ങനെ ഇരിക്കുന്നു, ഒന്നും ഒരു പരിചയം ചോദിച്ചു ഇടയ്ക്ക് രാജീവിനോട് പറയും ഇതെന്താ ഇവ പതിവില്ലാതെ എന്താ അറിയണ്ട കുട്ടിക്ക് അത് എങ്ങനെ ഒപ്പിച്ചു എന്നുള്ളത്. കാരണം അമ്മയുടെ എന്തെങ്ങനെ ഒപ്പിച്ചു സോറി കോ ആർട്ടിസ്റ്റ് അമ്മ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനിടയിൽ സാധാരണ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു സ്പാർക്ക് വന്നാൽ തന്നെ അയ്യോ കൂടെ അമ്മയുണ്ട് എന്നുള്ളൊരു പേടിയൊക്കെ വരും. പക്ഷെ അതിനിടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ നിങ്ങളത് മൂവ് ചെയ്ത് കൊണ്ടുപോയി? ഒരിക്കലും നമ്മള് ഒന്നാമത്തെ കാര്യം എനിക്കിതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. എന്നാലും പറഞ്ഞു പോകേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതേ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് വൈബ് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ ഭാഷയും പറഞ്ഞാൽ ഭാഷയും കൂടെ നോക്കി ഇന്നത്തെ ഭാഷയിൽ വൈബ് എന്ന് പറയുമല്ലോ, അതുപോലെ സമപ്രായക്കാരൻ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ, വേറെ എല്ലാവരും പ്രായം ചെന്നവരാ. പിന്നെ ഞാൻ ഈ വയസ്സായ ആൾക്കാരുടെ കൂടെ കറങ്ങി അടിച്ച് നടക്കും. ഞാൻ എന്താ എന്നെ കൊണ്ട് മിക്കവാറും അതെടുക്കൂ ഇതെടുക്കൂ കുട്ടി ലൈറ്റ് ഓഫ് ചെയ്യൂ ഫാൻ ഇടൂ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്ത് 19 വയസ്സല്ലേ ഉള്ളൂ. 19-20 വയസ്സ് സമയത്ത് അതേ സമപ്രായക്കാര് സിനിമ സെറ്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ കോ ആക്ടേഴ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ പെയ്തു പൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൽ ഒന്നാമത് എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ആണ്. ഞാൻ എറണാകുളം വിട്ട് തിരുവനന്തപുരം തന്നെ കുറേ ലോങ് ആദ്യമായിട്ടാണ് അത്രയും ലോങ് ഡേയ്സ് മാറി നിൽക്കുന്നതെല്ലാം. പിന്നെ നമുക്ക് ഒരു ഷോട്ട് കഴിഞ്ഞ് അഭിനയിച്ചാൽ ബുക്ക് വായിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അതല്ലാതെ കുറേ നേരം ക്യാമറ അദ്ദേഹത്തിന്റെ കൂടെ പോയി സഹായിക്കും, കുറേ നേരം ഡയറക്ടർ സാറിനെ കൂടെ പോയി സഹായിക്കും, ഇതൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇന്ദ്രൻ ഈ പറയുന്ന പോലെ ഇന്ദ്രൻ നാഗർകോയിലാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത്, എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ദ്രൻ ഈ അമ്മേനെ ലൊക്കേഷനിൽ കൊണ്ടുവിടാൻ വരും. പിന്നെ ലോങ് വീക്കെൻഡ്സ് ഉള്ള സമയത്തൊക്കെ സെറ്റിൽ വരും. നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും. ഒബ്വിയസ് ആണല്ലോ. ഇപ്പോൾ ഇന്ന് ഏതെങ്കിലും നമ്മളുടെ വീട്ടിലൊരു ഗ്യാതറിങ് നോക്കിയാൽ തന്നെ നമ്മുടെ കുട്ടികളെല്ലാവരും സമപ്രായക്കാരോടൊപ്പം അല്ലേ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ്. പിന്നെ സെയിം ടേസ്റ്റ് ഓഫ് മ്യൂസിക് ആണ്. പറയുന്ന കാര്യങ്ങളിലും കുറേ ഈ പറയുന്ന പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സംഭവമുണ്ട്. ആൻഡ്
I don't know what happened, when happened, it just happened. It just happened. Yeah. And അതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം. ബിക്കോസ് ഇപ്പോൾ ലെറ്റ്സ് സേ 20 ഈ പറയുന്ന ഈ ദിവസം തൊട്ട് ഇന്ന് വരെ നിൽക്കുകയാണെങ്കിൽ ഈസിലി ഒരു 25 വർഷമായി. സോ ആ മാജിക് ഇപ്പോൾ 25 years ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം. വലിയൊരു കാര്യം തന്നെയാണല്ലോ ഇന്നത്തെ കാലത്ത്. അത് പറഞ്ഞാൽ വളരെ നമുക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരാളെ ഇന്നത്തെ കാലത്തിൻ്റെ എന്നുള്ളതല്ല, ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആസ് പീപ്പിൾ നമ്മൾ മാറുമല്ലോ. 20കളിൽ നമ്മളല്ലല്ലോ 30കളിൽ നമ്മൾ, അതല്ല 40കളിൽ. അത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റണ്ടേ? ലോകം മാറുന്നത് വേറെ വിഷയം. നമ്മളുടെ മാറ്റത്തിനോടൊപ്പം തന്നെ നമ്മളുടെ റിലേഷൻഷിപ്സും ആ ചുറ്റുമുള്ള ആൾക്കാരെയും മാനേജ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും കംഫർട്ട് ആവുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ഒരു ആങ്കറാണ്. അപ്പം ഇന്ന് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയയിലേക്ക് എത്തുമ്പോൾ, ഡിജിറ്റൽ മീഡിയയിലേക്ക് എത്തുമ്പോൾ അതിനൊരു കൾച്ചർ കുറച്ച് നല്ല ഡിഫറെൻ്റ് ആണ്. പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും അല്ല, പല കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഞാൻ ചില സമയത്ത് എനിക്ക് പേഴ്സണലി വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനായിട്ട്, പക്ഷെ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു അങ്ങനെ ഒരു ആങ്കറിങ്ങിൽ വന്നിട്ടുള്ള ഒരു മാറ്റം, ഇപ്പം ഇൻ്റർവ്യൂസ് ഇതേപോലെ കഥ ഇതുവരെ അല്ലാതെ തന്നെ ഒത്തിരി നല്ല നല്ല ഇൻ്റർവ്യൂ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ കണ്ട് ഒരുപാട് നമ്മുടെ അപ്പൂസൊക്കെ ഭയങ്കര ഫാനായിരുന്നു കേട്ടോ. കഥ ഞങ്ങളുടെ ചാനലിൽ തന്നെ ഇങ്ങനെ ഒരു ഷോ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കഥ ഇതുവരെ ഇൻസ്പയർഡ് ആയിട്ടാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഈ ഒരു മാറ്റം ഇപ്പം ഞാനിത് പറയാൻ കാരണം, മല്ലികാമ്മേനെ ഏത് ഇൻ്റർവ്യൂവിൽ കണ്ടാലും ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മരുമക്കളെ പറ്റിയിട്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ പോയി പറയുകയും ചെയ്യും. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കൊടുക്കും. അത് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, അമ്മ നല്ല മിടിക്കുക. അമ്മയ്ക്ക് അറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെ ചോദിക്കുന്നേ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അമ്മ തരുന്നുണ്ടല്ലോ, അത്ര അറിഞ്ഞാൽ മതി. എനിക്ക് സോഷ്യൽ മീഡിയയിൽ എന്താണ് ട്രെൻഡ്, എന്താണ് പ്രേക്ഷകന് വേണ്ടത്, എന്താണ് ചാനലിന് വേണ്ടതെന്ന് കൃത്യമായി അറിയുന്ന വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയം. അമ്മയുടെ ഞാനെപ്പോഴും അത് പല ഇന്റർവ്യൂസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ പ്രായത്തിൽ അത്രയും റെലവെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഇന്നത്തെ ജനതയ്ക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇന്നത്തെ ജനതയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം അമ്മ അതിൽ മിടിക്കുകയാണ്. ഞങ്ങളുടെ ചാനലിൽ തന്നെ വന്ന പ്രോഗ്രാമിൽ വന്നൊരു വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മയുടെ ആൻസർ പറഞ്ഞു, ഇത് കേട്ടിട്ട് മരുമക്കളുടെ റെസ്പോൺസ് നമ്മൾ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ആക്ച്വലി വേറെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ട്രോളാണ് കേട്ടോ, ഞങ്ങൾ ചാനലുകാർക്കുള്ള ട്രോളാണ്. കുറച്ച് ഫ്രഷ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമോൾ സുപ്രിയാണോ പൂർണിമയാണോ? ഇന്ദ്രജിത്താണോ പൃഥ്വിരാജാണോ മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടം? അടുത്തത് റാപ്പിഡ് ഫയർ ആണ്. 3 ആളുടെ പേര് പറയാം, അതിൽ ഒരാളുടെ പേര് മല്ലികാന്റി പറഞ്ഞേ പറ്റുള്ളൂ. മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരക്കുട്ടികൾ ഇവരിൽ ആരാണ്? അലങ്കൃത, പ്രാർത്ഥന, നക്ഷത്ര. ഇഷ്ടമില്ലാത്തതെന്ന് പറയാട്ടാ. ഏറ്റവും സെൽഫിഷായ മരുമോൾ സുപ്രിയാണോ പൂർണിമയാണോ? ഇത് നിങ്ങൾക്കെതിരെയുള്ള ട്രോളാണ്. മല്ലികാന്റി പോലെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇന്ദ്രനാണോ പൃഥ്വിയാണോ? നല്ല മക്കൾ ഇവരാരാണ്? ഇതിന്റെ വേറെ സംഭവം ഒറിജിനൽ സാധനം ഞങ്ങളുടെ ചാനലില് മല്ലികാമ്മയുടെ ഷോ വന്നപ്പം വന്ന ക്വസ്റ്റ്യൻ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നതാണ്. ചെറുതായിട്ടെങ്കിലും ഒരു അമ്മായിയമ്മ മരുമകൾ പോരുണ്ടെങ്കിൽ ആ പോരെടുക്കുന്ന ആരെടുത്തായിരിക്കും? സുപ്രിയ. എനിക്കത് ഇഷ്ടമേ അല്ല. ഞാൻ എന്നെ കിട്ടത്തില്ല പോരിന്. ഞാൻ ഇവരുടെ കൂടെ താമസിക്കത്തില്ലല്ലോ. പിന്നെ പോരെടുക്കാൻ ഇതെങ്ങനെ പോരെടുക്കുന്നത്? ഞാൻ നിൽക്കത്തില്ല. ഞാൻ വേറെ അത് പറയാൻ മക്കൾക്ക് വലിയ പരാതിയാ കൂടെ ശ്രദ്ധിക്കാതെ. അതല്ല, അതുകൊണ്ടാണ് ഈ സ്നേഹം. നമ്മൾ കൂടെ കിടന്ന് വരവേ തീർന്ന കാര്യം അതോടുകൂടി തീർന്നു. അല്ല, എന്നാൽ ഒരു ഇച്ചിരി മല്ലികാന്റിക്ക് ഇവളെ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് ഇവരിൽ ആരെയാണ്? നിങ്ങൾക്കിത് എന്താണ് എന്തറിഞ്ഞാലാണ് നിങ്ങൾക്ക് സന്തോഷാവുക? എനിക്കതറിയാം. ഏത് ഉത്തരം കിട്ടിയാലാണ് നിങ്ങൾക്ക് സന്തോഷാവുക? എന്താ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത് കേൾക്കുമ്പോ എന്താ തോന്നുന്നു ശരിക്കും? ഇല്ല, എനിക്ക് അങ്ങോട്ടാ ചോദിക്കാനുള്ളത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതനുസരിച്ച് ഉത്തരം തരാലോ എന്ന് വെച്ചിട്ടാ ചോദിക്കണം കേട്ടോ. എന്ത് കേട്ടാലാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം? സത്യം പറയല്ലോ, എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ആളല്ല. സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഈ ഇന്റർവ്യൂസ് ഞാനിപ്പോ സിനിമ ഇന്റർവ്യൂസ് ചെയ്യണ്ടല്ലോ.
ഇത് ഒരു മാറ്റമാണ് ആക്ച്വലി, സമയത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. ഇങ്ങനെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇറലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ പറയും. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലേക്ക് ആങ്കർ ചോദിക്കുന്നതിനെ പറ്റി ആ ഒരു ജോലിയിൽ ഇരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളാണ്, ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യാ? എനിക്കൊരു പേഴ്സണൽ റൂളുണ്ട്. ഞാൻ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ അതിപ്പോ ഒരു ഇന്റർവ്യൂവർ എന്ന രീതിയിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നപ്പം കഥ ഇതുവരെ ചെയ്തപ്പോഴാണെങ്കിലും കഥ ഇതുവരെയിലാണ് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ജേർണി ആയിരുന്നു കഥ ഇതുവരെ എന്ന് പറയുന്ന ആ സമയത്ത്. കാരണം ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള കുറേ മഹത്തായിട്ടുള്ള വ്യക്തികളും അവരുടെ ജീവിത പാഠങ്ങളിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ കുറേയാണ്. കാരണം ഞാൻ അവരെ മുമ്പിൽ ഇരുത്തുന്നതിന് മുന്നേ കുറേ അവരെക്കുറിച്ച് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒരു പ്രോപ്പർ ഹോംവർക്ക് ചെയ്ത് ഒരാഴ്ചയോളം അവരുമായി മാനസികമായി സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് അവരെ കൊണ്ടിരുത്തുന്നത്. ആ സമയത്ത് എനിക്ക് ആ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന സന്തോഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്ന കുറച്ച് നിമിഷങ്ങൾ മനസ്സിൽ കൊടുക്കണം എന്നത് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ. എൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഒരു സന്തോഷവും സമാധാനം ഉണ്ടാവണം. ഞാൻ എൻ്റെ ഏറ്റവും ട്രൂ സെൽഫായിരുന്നു അവിടെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മെമ്മറബിൾ മൂമെൻ്റ് ആയിരുന്നു ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് എന്ന ആ ഒരു ഹോസ്റ്റിന് ആ ഒരു ഗസ്റ്റിന് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള രീതിയിലുള്ള ഇൻ്റർവ്യൂസേ ഞാൻ പ്ലാൻ ചെയ്യാറുള്ളൂ. ഒരിക്കലും മുമ്പിലിരിക്കുന്ന വ്യക്തിയെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചോദിക്കരുത് എന്ന് തന്നെ എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള അതെൻ്റെ പേഴ്സണൽ സംഭവമാണ്. റൂൾ ബുക്കിൽ പ്രധാനമായി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം ഇൻ്റർവ്യൂസും ചെയ്യാത്തത്. കാരണം ആരെയും ഞാൻ കുറ്റം പറയുകയല്ല, കംഫർട്ട് ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളവർ ആൻസർ പറയും, ചിലവർക്ക് അത് അൺകംഫർട്ടബിൾ ആണ്, അവരത് പറയില്ല. പക്ഷെ ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് പറ്റില്ല. നിങ്ങൾക്കൊരു സർട്ടൻ കോളം ബുക്ക് ഉണ്ട്, അത് ടിക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. എനിക്ക് അങ്ങനെ ആരില്ല. ഞാൻ ചെയ്തിരുന്ന ഷോയിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്വന്തമായി പറയാറുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല, ഞാൻ ഇന്ന രീതിയിൽ ചെയ്യുള്ളൂ, എനിക്കതേ പറ്റുള്ളൂ. കാരണം എനിക്കൊരാൾ അൺകംഫർട്ടബിൾ ആക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ മികച്ച അവതാരക എന്നിപ്പോഴും പേര്. അങ്ങനെയല്ല, ഐ മീൻ എല്ലാവരും അവരുടെ ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കണമെന്നേ ഉള്ളൂ. ഐ മീൻ അതൊന്നും എനിക്കറിയാം വളരെ അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്തത്. പക്ഷെ എന്നാലും നമ്മളൊരു ഡോണ്ട് സ്ട്രെസ്, ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ച ഒരു ടെൻഷനും അടിക്കണ്ട. കാലത്തിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ നമ്മളിലും കൊണ്ടുവരുന്നത്. അതൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുന്ന എത്രയോ പ്രേക്ഷകരുണ്ട്, അതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഞങ്ങൾ തമ്മിൽ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല, മനസ്സിലായില്ലേ. ഇപ്പം അമ്മയ്ക്കും അത് കാരണം പ്രശ്നമില്ല, ഞങ്ങളുടെ വീട്ടിലും ഇത് കാരണം ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇനി നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മൾ ഒരു വിഷയം പിന്നീട് ചോദിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു ക്വസ്റ്റ്യൻ. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ ഇൻ്റലിജൻസ് കൊണ്ട് കീറി മുറിച്ച് അതിനെ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതായത് നമ്മൾ ഇന്റലിജൻസ് ആണോ അല്ലെങ്കിൽ ഒരു ക്ലെവർനെസ് എന്ന് പറയാം, ഓക്കെ, അങ്ങനെ ചിന്തിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് ആക്ച്വലി കാണാറുണ്ട് കേട്ടോ. നമ്മൾ പല സമയത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഞാനൊരു ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് വായിൽ വന്ന് പറയാതെ അത് ആലോചിച്ച് പറയുന്ന ഉത്തരം ഉചിതമാണോ എന്ന് ആലോചിച്ച് തന്നെയാണ് പറയാറ്. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹെവിനെസ് നമുക്കുണ്ടാവില്ല. എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ തന്നെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ദാറ്റ് യു ആർ. അതാണ് എൻ്റെ. പിന്നെ ആസ് ഐ ടോൾഡ് യു സൗമ്യ, നമ്മൾ ഓരോ ഏജിന് അനുസരിച്ച് മാറും. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് നേരത്തെ ചെയ്തിരുന്ന പ്രോഗ്രാംസിൻ്റെ എല്ലാം മീംസ് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇപ്പോൾ പഴയ പ്രോഗ്രാംസ് എല്ലാം എടുത്തിടുന്നുണ്ടല്ലോ. നേരത്തെ ചെയ്തിരുന്ന ഇൻ്റർവ്യൂസിൻ്റെ ക്ലിപ്സ് എടുത്തിടുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന അന്നത്തെ പൂർണ്ണമായ നിശ്ചിതത്വം ഇന്നത്തെ ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്. സോ അത് ആ ഒരു ജീവിതയാത്രയിൽ വരുന്ന അനുഭവങ്ങളിലൂടെ വരുന്ന മാറ്റങ്ങളാണ്, അല്ലാതെ നമ്മൾ മനഃപൂർവ്വമായിട്ടിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. അത്രേ ഉള്ളൂ. നമ്മളൊരു 30s എത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ വേറെ ലെവലിലാവും. നമ്മൾ ഭയങ്കര ഒരു വല്ലാത്തൊരു സ്ട്രെസ്സിലേക്ക് എത്തും. മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ. ആ ഒരു മാറ്റം പക്ഷേ താങ്കളിൽ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാലത്തിനനുസരിച്ച് വളരെ നല്ല ഫൈൻ ട്യൂൺഡ് ആയിട്ടാണ് പുറത്ത് വരുന്നത്. അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? അങ്ങനെയല്ല, എനിക്ക് അതിനെന്താ ഉത്തരം പറയണ്ടേന്ന് എനിക്ക് എന്നോട് താങ്ക് യു സോ മച്ച്.
ട്രൈങ് വർക്ക് ഇൻ പ്രോഗ്രസ്. എന്തായാലും ഒരുപാട് സിനിമകൾ ഇനി കാണാൻ പറ്റും. കാരണം കരിയറിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നൊരു സമയമാണ്. OTT-യിൽ വന്നു. കാലാപാനി വളരെ നല്ലൊരു വർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിനിമകൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് പൂർണിമയെ ഞങ്ങൾക്ക് കാണണം പല വേഷത്തിൽ, ആങ്കറായിട്ടും അഭിനേത്രിയായിട്ടും ആസ് എൻ ഓൺട്രപ്രണർ, ഡിസൈനർ, എല്ലാ രീതിയിലും സക്സസ്ഫുള്ളായി ഇങ്ങനെ തന്നെ തിളങ്ങി നിൽക്കുക. താങ്ക് യു സൗമ്യ, ഭയങ്കര സന്തോഷമുണ്ട്. യു മേഡ് മീ സോ ഹാപ്പി. താങ്ക് യു. താങ്ക് യു.